വയനാട്ടിലെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള സപ്പോട്ട മരമാണിത്. കുഞ്ഞു മരമാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കായ്ഫലമുള്ള ഒരു മരമാണിത്. പ്രത്യേകിച്ച് വയനാട്ടിലെ കാലാവസ്ഥയ്ക്ക് സപ്പോട്ട നല്ല രീതിയിൽ വിളവ് തരുന്നുണ്ട്. വീടിനോട് ചേർന്ന് സപ്പോട്ടയും അതുപോലെ തന്നെ മുട്ടപ്പഴം എന്ന് പറയും. നമ്മുടെ വയനാട്ടിൽ ഓരോ നാട്ടിലും ഓരോ പേരാണ്. മുട്ടപ്പഴത്തിൻ്റെ മരമുണ്ട്. അത്യാവശ്യം ഈ ഡിസംബർ മാസമൊക്കെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൂവിട്ടിട്ടുണ്ട്. കായകളൊക്കെ മൂത്ത് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മുട്ടപ്പഴത്തിൻ്റെ ഭംഗി കാണാൻ നല്ല രസമാണ്. നല്ല പൂ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു മുട്ടയുടെ മഞ്ഞ പോലെയൊക്കെ ആയിരിക്കും കാണാൻ. അതുകൊണ്ടാണ് മുട്ടപ്പഴം എന്നൊക്കെ ഓരോ നാട്ടിൽ പറയുന്നത്. ഇതിനോട് ചേർന്നൊരു കുഞ്ഞൻ കവുങ്ങുണ്ട്, ഒരു ഫാൻസി കവുങ്ങ്. ആ ഫാൻസി കവുങ്ങിനോട് ചേർന്നിട്ട് തൊട്ടിപ്പുറത്ത് ഒരു ചെറിയൊരു തെങ്ങുണ്ട്. ഈ തെങ്ങ് അത്യാവശ്യം നല്ല തേങ്ങ കിട്ടും. ഇതാണ് സാധാരണ ചെറിയ തെങ്ങ്. ഇതിന് തൊട്ടടുത്തായിട്ട് വലിയൊരു തെങ്ങ് വേറെ ഉണ്ട്. ഈ വലിയ തെങ്ങിൻ്റെ 1/3 ഭാഗം മാത്രമേ ഈ കുഞ്ഞൻ തെങ്ങുള്ളൂ. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ കായ്ഫലം കിട്ടുന്നുണ്ട്. ഇളനീരിനാണ് ഇത് നമുക്ക് മെയിനായിട്ട് ഇതിൽ നിന്ന് കിട്ടാറ്. അതിന് തൊട്ടടുത്തായിട്ട് നമ്മുടെ വീടിനോട് ചേർന്ന് ചാമ്പങ്ങ മരത്തിൽ ഇപ്രാവശ്യം നല്ല രീതിയിൽ പൂവിട്ടുണ്ട്. ചാമ്പങ്ങ പൂവിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ എല്ലാ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഫലവൃക്ഷ തൈകളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ചാമ്പങ്ങ കൃഷിയല്ലല്ലോ, ചാമ്പങ്ങയുടെ ഒറ്റ മരമുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ബദാം എന്നൊക്കെ പറയും. ബദാമിൻ്റെ മരമാണ്. അത് നമ്മളൊന്ന് വെട്ടിയിരുന്നു. പുതുതായിട്ട് വീണ്ടും തളർത്ത് വന്നു. ഇപ്പോൾ ഇത് പൂ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഇനിയിപ്പോൾ അത് പെട്ടെന്ന് പൂ എടുത്ത് അത് കായാകും. അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഫാഷൻ ഫ്രൂട്ട്, പിന്നെ കോവക്ക ഭയങ്കര രസമാട്ടോ. ഇതിങ്ങനെ എല്ലാ സമയത്തും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരു കോവക്ക തിന്നു കഴിഞ്ഞാൽ 2 ഗ്ലാസ് പാല് കുടിച്ച ഗുണങ്ങളുണ്ട് എന്നുള്ളത് പഴമക്കാർ പറയും. ഇപ്പം എനിക്ക് ആ ഗുണം കിട്ടിയല്ലോ, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഫാഷൻ ഫ്രൂട്ട് മഞ്ഞ കളറിലും റോസ് കളറിലൊക്കെ ഫാഷൻ ഫ്രൂട്ട് അവിടെ ഇഷ്ടംപോലെ. ഇപ്പോൾ സീസൺ നമുക്ക് അവിടെ ഉള്ളത് കുറച്ച് അവസാനിച്ചു. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഓരോ സമയത്ത് ഇത് ഉണ്ടായിക്കോണമെന്നില്ല. ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഓരോ രീതിയാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെത്തിയെടുക്കാറ്. ഇത് ഓരോരുത്തർക്ക് ഇത് കൈവഴക്കം ഉണ്ടെങ്കിൽ പെട്ടെന്നാവും. ഇതേപോലെ ചെത്തിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വൃത്തിയിൽ ചെത്തിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ കത്തിക്ക് മൂർച്ച വേണം, കത്തി ഉപയോഗിക്കാനും അറിയണം കേട്ടോ. ഇങ്ങനെ ചെത്തിയെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓറഞ്ചിൻ്റെ ഇല്ലി പോലെ നമ്മൾ കറക്റ്റായിട്ട് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഡിസൈൻ കാണാം. നമുക്കത് എന്താക്കാം, നമുക്ക് വേണമെങ്കിൽ അത് വൃത്തിയിൽ അതിന് ഉള്ളിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നമുക്ക് വാഴക്കൃഷിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കണ്ടില്ലേ, ഈ ഇല്ലി കണ്ടില്ലേ, ഓരോ ഇല്ലി പോലെ നമുക്കത് അങ്ങനെ പൊളിച്ചു വേണേൽ അങ്ങനെ എടുക്കുകയും ചെയ്യാം. ഇനി അതല്ലെങ്കിൽ അത് പൊട്ടിച്ചെടുത്ത് ഞാൻ കാണിച്ചു തരാം. അതുണ്ടോ അതിൻ്റെ ഉള്ളിലുള്ളതാ, എന്ത് രസമാണ് കാണാൻ. നല്ല മഞ്ഞ കളർ പഴുത്ത ഫാഷൻ ഫ്രൂട്ട്. ഇത് നമുക്ക് പെട്ടെന്ന് സിമ്പിളിനായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി ഇങ്ങനെ കത്തിയോട് ചെത്തിയതിന് ശേഷം ആ കത്തിൻ്റെ മൊന കൊണ്ട് ഇതെന്താക്കും, ഇങ്ങനെ തള്ളിയെടുക്കും. എന്നിട്ട് അതങ്ങനെ തന്നെ അതിൻ്റെ ഒരു നീര് പോലും കളയാതെ അതങ്ങനെ തന്നെ വായിലേക്ക് ഇതാ കണ്ടോ, എന്ത് ടേസ്റ്റ് ആയിരിക്കുന്നുണ്ടോ. നല്ല മധുരമുള്ള അടിപൊളി ഫാഷൻ ഫ്രൂട്ട്. തേന് കൂറുന്ന രുചിയാണ് അതിന്. നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ, അത് വേറെ വിഷയം. കാരണം ഇതിപ്പം സീസൺ അവസാനിച്ച സീസണാണ്, അതുകൊണ്ടാണ് കേട്ടോ. നല്ല മധുരമുണ്ട്, നല്ല പുളിയുണ്ട്. പിന്നെ മുള്ളഞ്ചക്ക ക്യാൻസറിനൊക്കെ കേട്ടില്ലേ, സംഭവം കേട്ടില്ലേ. ഇതിൻ്റെ മരമുണ്ട് കേട്ടോ അവിടെ വീട്ടിൽ. അതുപോലെ പിന്നെ അത്യാവശ്യം വായിൽ റോഗസ്റ്റിൻ്റെ കൊലയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ അത് ചെറുതായിട്ടൊന്നും കൊടുത്ത് കെട്ടിയിരിക്കുന്ന ചെറിയ പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലും ഓരോരുത്തരുടെ പറമ്പിലും പലവിധമായ വൃക്ഷത്തൈകളൊക്കെ ഉണ്ടാവും. നമ്മളെ വീട്ടിലെ കുറച്ച് സാധനങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തൊക്കെയോ പറയുമല്ലോ, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് അടിക്കാനൊക്കെ. അതുപോലെ ഞാനും പറയുന്നു, വയനാട്ടിൽ നമ്മളെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം. ഇഷ്ടപ്പെട്ട മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക.